നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. കരിമണൽ കമ്പനിയായ CMRLുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയിരിക്കുന്നത്. വിവാദങ്ങളേറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നോ എന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മലയാളികൾക്ക് അപരിചിതമാണ്. 2014 ആരംഭിച്ച 1 കമ്പനിയാണ് എക്സാലോജിക്. വീണ വിജയൻ എന്ന ഒരേ ഒരു ഉടമ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. 1 ലക്ഷം രൂപ മൂലധനത്തിലാണ് കമ്പനിയുടെ തുടക്കം. വീണ വിജയൻ, ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം എന്ന വിലാസമാണ് കമ്പനി രജിസ്ട്രേഷനായി ഉടമയെന്ന നിലയിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന രേഖ. 2014 സെപ്റ്റംബർ 19 ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വീണ വിജയൻ്റെ അമ്മയും പിണറായി വിജയൻ്റെ ഭാര്യയുമായ കമല വിജയനാണ് കമ്പനിയുടെ നോമിനി. കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കാൻ സമ്മതമറിയിച്ച ബംഗളൂരു ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ താൻ മറ്റൊരു കമ്പനിയിൽ കൂടി ഡയറക്ടറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 1 ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിക്ക് 2015 ധനലക്ഷ്മി ബാങ്കിൻ്റെ കോറമംഗല ശാഖ 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തന മൂലധനമെന്ന നിലയിൽ നൽകിയ ഈ വായ്പയാണ് എക്സാലോജിക്കിന് ലഭിച്ച ആദ്യ സാമ്പത്തിക സഹായം. വീണയുടെ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ 1 വർഷം മുൻപാണ് ഈ വായ്പ ഒരുമിച്ച് അടച്ചു തീർത്തത്. എക്സാലോജിക്കിന് തുടർച്ചയായ 4 വർഷം വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാ വായ്പ ലഭിച്ചിരുന്നു. 2016 മുതൽ 19 വരെ ആകെ 77.60 ലക്ഷം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത്. പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയാണ് തുക നൽകിയത്. സാധാരണ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥാപനവും ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത വായ്പ നൽകാറില്ലെന്ന് കമ്പനി കാര്യമേഖലയിലെ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിൻ്റെ 25%-ലധികം സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പയായി നൽകാറില്ല. സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ നൽകുന്നത് റിസ്ക്കുള്ള ഇടപാടാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാകുന്നത്. 2016-19 വരെയുള്ള കാലത്തെ കണക്കുകൾ അനുസരിച്ച് കമ്പനിയുടെ പ്രവർത്തന ലാഭം ഇരട്ടിയാവുകയായിരുന്നു. എന്നാൽ 2020 മുതൽ കമ്പനിയുടെ ലാഭം ഇടിഞ്ഞു തുടങ്ങി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കമ്പനിയെ നഷ്ടത്തിലാക്കി നയിച്ചതെന്നാണ് കമ്പനി ഉടമയായ വീണ വിജയൻ അറിയിച്ചിരുന്നത്. വീണ IT മേഖലയിലെ പ്രഗത്ഭ സംരംഭകയാണെന്നാണ് LDF കൺവീനർ EP ജയരാജൻ്റെ വാദം. എന്നാൽ പ്രഗത്ഭയായ ഒരു സംരംഭകയുടെ കമ്പനിയുടെ കണക്കുകളല്ല എക്സാലോജിക്കിൻ്റേത്. വരവിനേക്കാൾ കൂടുതൽ ചെലവും തുച്ഛമായ ലാഭവും മാത്രമുള്ള കമ്പനിയായിരുന്നു എക്സാലോജിക് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സുസ്ഥിരമായ വളർച്ച കമ്പനി ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. എക്സാലോജിക് ഒരു യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് മാത്രമായി ഉണ്ടാക്കിയ ഷെൽ കമ്പനിയാണോ എന്നതാണ് ഇനി തെളിയേണ്ടത്. കള്ളപ്പണം വെളുപ്പിക്കാനായി കോർപ്പറേറ്റ് രംഗത്ത് ചിരപരിചിതമായ പരിപാടിയാണ് ഷെൽ കമ്പനി. പേരിനൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിടും. മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് കമ്പനിക്ക് എന്തെങ്കിലും സേവന ഓർഡർ നൽകിയതായി രേഖയുണ്ടാക്കും. ആ സേവനത്തിന് പകരമായി പണം നൽകും. ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കും. വലിയ സോഫ്റ്റ്വെയർ കമ്പനി എന്ന രീതിയിലാണ് എക്സാലോജിക്കിനെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നത്. എന്നാൽ കണക്കുകൾ പ്രകാരം വളരെ ദുർബലമായ കമ്പനിയാണിത്. വരവിനേക്കാൾ കൂടുതൽ ചെലവുള്ള, ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതയുള്ള കമ്പനി. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് കമ്പനിയുടേതായി ഇതുവരെ ഒരു നിഷേധക്കുറിപ്പും വന്നിട്ടില്ല?
ഏതെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ച് നെഗറ്റീവായ വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിലോ നിക്ഷേപകർക്കിടയിലോ അതിൻ്റെ ഇടപാടുകാർക്കിടയിലോ പ്രചരിച്ചാൽ കോർപ്പറേറ്റ് രംഗത്തുള്ള ഏറ്റവും സർവ്വസാധാരണമായ നടപടിയാണ് കമ്പനിയുടെ വിശദീകരണ കുറിപ്പ്. കമ്പനിയെക്കുറിച്ച് വിവാദങ്ങൾ ഉയരുമ്പോഴും കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെക്കുറിച്ചോ ഉദ്യോഗസ്ഥനെക്കുറിച്ചോ പൊതു ഇടങ്ങളിൽ ഒരു വിവരവുമില്ല. എക്സാലോജിക് ഒരു യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് മാത്രമായി ഉണ്ടാക്കിയ ഷെൽ കമ്പനിയാണോ എന്നതാണ് ഇനി തെളിയേണ്ടതായ ഒരു കാര്യം.